മാരേജ് ഡേറ്റ് വർക്കാവില്ല. നമ്മൾ ആദ്യം എഴുതിയ റൂൾ ആദ്യം എങ്ങനെയാണോ എഴുതിയത് അത് വർക്കാവും. ഇത് ആക്ച്വലി ഇത് വർക്ക് ആകുന്നതാണ്. ഇത് സിസ്റ്റത്തിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോഴേക്കും നമ്മൾ ഇതിനെ മാക്സിമം ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കുന്നതാണ്. പക്ഷെ അത് സിസ്റ്റം റിഫ്രഷ് ആവാൻ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ നോക്കിയാൽ കഴിഞ്ഞ് 14 സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് മാരേജ് ഡേറ്റ് കണ്ടോ ഇപ്പൊ തന്നെ വന്നു. ഡിവോഴ്സ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ പോകും, സിംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ പോകും, മാരീഡ് കൊടുത്തു കഴിഞ്ഞാൽ വരും. പക്ഷെ സേവ് ചെയ്തിട്ട് നാളെ അയാൾ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ അപ്പോഴും മാരേജ് ഡേറ്റ് കിടക്കും അവിടെ. ഡിവോഴ്സ്ഡ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ കൂടുതൽ അപ്പം നമ്മൾ ആദ്യം എങ്ങനെയാണോ ഞാൻ ക്രിയേറ്റ് ചെയ്തത് അത് തന്നെയാണ് ഇതിന്റെ പോം വഴി, വ്യൂ തന്നെയാണ്. പക്ഷേ സിസ്റ്റത്തിന്റെ ഡിലേ വരുന്നതിന്റെ പ്രശ്നമാണ്. കാരണം അപ്പൊ പെർഫെക്റ്റ് ആയിരുന്നില്ലേ, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇനി അടുത്തത് നമുക്ക് ഒരു ഫീൽഡ് ഉണ്ടാക്കണം. ഓൺ സേവ് എന്താന്നുള്ളത് നമുക്കൊന്ന് ചെയ്യണം. മേക്ക് കറക്ഷൻ, കസ്റ്റം സ്ട്രിംഗ് 23. ഞാനിവിടെ ഡിസ്പ്ലേ നെയിം എന്ന് ഡിസ്പ്ലേ എന്ന് കൊടുക്കുകയാണ്. ഡിസ്പ്ലേ നെയിം ഇപ്പൊ ഉണ്ടോ നോട്ടെ ഫീൽഡ് ഇതിനകത്ത്. ഓക്കെ, ഡിസ്പ്ലേ നെയിം ഇല്ല. ഞാൻ ചുമ്മാ ഒരെണ്ണം കൊണ്ടുവരാണ്, ഫീൽഡ് കൊണ്ടുവരാം. ഡിസ്പ്ലേ നെയിം ഫീൽഡ് കൊണ്ടുവരിക. ഡിസ്പ്ലേ നെയിം എനേബിൾ ചെയ്യുക. അറിയാലോ ഇവിടെ എനേബിളും ഇത് മാൻഡേറ്ററി ആണ്. എനേബിൾ മാൻഡേറ്ററി ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഫീൽഡിനെ വ്യൂ മാത്രം ആക്കുകയാണ്. അല്ലേ വേണ്ട, ഇതിൽ എഡിറ്റ് തന്നെ കിടന്നോട്ടെ. ഞാൻ ഡിസ്പ്ലേ നെയിം ഒന്ന് കൊണ്ടുവന്നു, കസ്റ്റംസും കൊണ്ടുവന്നു, സേവ് കൊടുത്തു. സ്വാഭാവികമായിട്ടും നമ്മളിതിവിടെ കൊണ്ടുവരുമ്പോൾ പെർമിഷൻ കൊടുത്താലല്ലേ ഫ്രണ്ട് എൻഡിൽ വരുള്ളൂ. പുതിയ ഫീൽഡ് അല്ലേ. അപ്പൊ ഇനി മാനേജ് പെർമിഷൻ റോൾസിനകത്ത് പെർമിഷൻ കൊടുത്താലേ വരത്തുള്ളൂ. അതിന് മുന്നോടിയായിട്ട് ഈ പേഴ്സണൽ ഇൻഫോയുടെ കീഴിൽ കാറ്റഗറൈസേഷൻ ഉണ്ടോ എന്ന് നോക്കണം. കാറ്റഗറൈസേഷൻ ഉണ്ടെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് ഇത് കാണേണ്ടതെന്ന് കൂടെ കൊടുക്കണം. അല്ലാതെ വശം കൊടുക്കണ്ട. ചില കമ്പനിയിൽ ഇങ്ങനെ കാറ്റഗറൈസേഷൻ കാണത്തില്ല. ഇവിടെ കണ്ട കണ്ടിൻജന്റ് വർക്കർ, അതായത് കോൺട്രാക്ടർ എംപ്ലോയീസ്, ഡിപ്പെൻഡൻസ്, ഓൺ ബോഡി, എംപ്ലോയി. നമുക്കിപ്പോൾ എംപ്ലോയി മാത്രം സെലക്ട് ചെയ്താൽ മതി. എംപ്ലോയിലും നമ്മൾ ഈ കസ്റ്റം സ്ട്രിംഗ് 23 സെലക്ട് ചെയ്ത് ഈ കസ്റ്റം സ്ട്രിംഗ് 23 കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ എനേബിൾ കൊടുക്കുക, എസ് കൊടുക്കുക, സേവ്. എന്നിട്ട് നമ്മൾ ഇനി മാനേജ് പെർമിഷൻ റോൾസിൽ പോവാം. മാനേജ് പെർമിഷൻ റോൾസിൽ സൂപ്പർ അഡ്മിൻ റോളിൽ പോവുക. എഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് എംപ്ലോയീസ് ഉണ്ടല്ലോ എഫക്ട്, കാരണം പേഴ്സണൽ ഇൻഫർമേഷൻ എഫക്റ്റീവ് ഡേറ്റ് പോർട്ടലെറ്റ് ആണ് അല്ലേ. അതിലേക്ക് പോവുക. പോയതിനു ശേഷം സെലക്ട് ഇവിടെ ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞ് നോക്കുക. ഡിസ്പ്ലേ നെയിം ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരുന്നു ഈ കസ്റ്റം സ്ട്രിംഗ് 23, അതുകൊണ്ട് നേരത്തെ വന്നിരിക്കുന്നതാണ്. ഡിസ്പ്ലേ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തൽക്കാലം വ്യൂ കറണ്ടും വ്യൂ ഹിസ്റ്ററി മാത്രമേ കൊടുക്കുന്നുള്ളൂ. എനിക്ക് ആ ഫീൽഡ് എഡിറ്റ് ചെയ്യാൻ താല്പര്യമില്ല, കാരണം ഓട്ടോമാറ്റിക്കലി അവിടെ വാല്യൂ വരാനുള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ ഇതേ കസ്റ്റം സ്ട്രിംഗ് 23 ഇന്നലെ ഞാൻ ആഡ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ സുരാഗിനോട് ഡിലീറ്റ് ചെയ്തതാ. വീണ്ടും അത് ആഡ് ചെയ്തപ്പോഴേക്കും ഓട്ടോ ക്യാപ്ചർ ആയതാ. അല്ലെങ്കിൽ വേണ്ട കാണിച്ചു തരാം. റൂൾസ് അല്ല, ഈ കസ്റ്റം 23 ഇന്ന് രാവിലെ ഡിലീറ്റ് ചെയ്തേ ഉള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, പുതിയൊരു ഫീൽഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. പേഴ്സണൽ ഇൻഫോ, ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ. ഞാൻ ഈ കസ്റ്റം 23ക്ക് പകരം 24 ആണ് കൊടുക്കാൻ പോകുന്നത്. 24 വേണ്ട, ഞാൻ കസ്റ്റം സ്ട്രിംഗ് 4 കൊടുക്കാം. ഡിസ്പ്ലേ നെയിം, സേവ്. 4 കൊടുത്തു, കൺഫേം.
അതിനുശേഷം നമ്മൾ പഴയ പോലെ ആ പേഴ്സണൽ ഇൻഫോ എംപ്ലോയിൽ പോയിട്ട് അവിടെയും ഈ കസ്റ്റം സ്ട്രിംഗ് 4 കൊടുക്കുക. കസ്റ്റം സ്ട്രിംഗ് 4 കൊടുത്തു. യെസ്, സേവ്. ഇനി റോൾസിൽ പോയിട്ട് റിഫ്രഷ് ചെയ്ത് എഡിറ്റ് കൊടുത്ത് നെക്സ്റ്റ് സെലക്ട് ചെയ്ത് എഫക്റ്റീവ് ഡേറ്റഡ് പോർട്ട്ലെറ്റ് എവിടെയാണ് സെലക്ട് ചെയ്തിട്ട് ഇനി ഡിസ്പ്ലേ നെയിം നോക്കുക. കണ്ടോ, പുതിയ ഫീൽഡ് അല്ലേ, നേരത്തെ രജിസ്റ്റർ ചെയ്ത ഫീൽഡ് ആയിരുന്നില്ല. ഇവിടെ ഞാൻ വ്യൂ കറണ്ട് വ്യൂ ഹിസ്റ്ററി മാത്രമേ കൊടുക്കുന്നുള്ളൂ. നെക്സ്റ്റ്, സേവ്. ഇനി പീപ്പിൾ പ്രൊഫൈലിൽ പോയതിനു ശേഷം റിഫ്രഷ് ചെയ്ത് ഇന്നത്തെ ഡേറ്റോ ഏത് ഡേറ്റെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻഫോർമേഷനിൽ പോവുക, എഡിറ്റ് കൊടുക്കുക, ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക. കണ്ടോ, ഡിസ്പ്ലേ നെയിം എഡിറ്റബിൾ ആണോ? അല്ല. ആ, പക്ഷേ ഞാൻ ഇതിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമോ? ഞാനിവിടെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വാല്യൂ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിഫ്രഷ് ആയില്ലേ? റിഫ്രഷ് ആയപ്പോൾ എനിക്ക് സെലക്ട്, കാരണം ഞാൻ ഒരു വാല്യൂ സെലക്ട് ചെയ്തു. പക്ഷെ ഫ്രീ ടെക്സ്റ്റിന്റെ അകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാതെ ചുമ്മാ റെക്കോർഡ് സേവ് ചെയ്യാൻ പറ്റുമോ? ക്യാൻസൽ. നമ്മളൊരു ഡേറ്റിന് ഒരു റെക്കോർഡ് സെലക്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ റെക്കോർഡും ഈ റെക്കോർഡും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ എനിക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിലല്ലേ പുതിയ എഫക്റ്റീവ് ഡേറ്റിൽ ഒരു റെക്കോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ മാരീഡ് ആയിട്ടുള്ള ഒരാള്, ഇപ്പൊ മാരീഡ് ഞാൻ കൊടുക്കുന്നു, ജനുവരി 1, 2025 അയാൾ മാരീഡ് ആണ്. മാരേജ് ഡേറ്റും കൊടുക്കുന്നു. സേവ്. സി, ഏത് റെക്കോർഡാണ്? ജനുവരി 1, 2025. ഞാൻ ജനുവരി 1, 2026 സെലക്ട് ചെയ്യാം. 2026 ജനുവരി 1. എനിക്ക് സേവ് ബട്ടൺ കിട്ടുന്നുണ്ടോ? കാരണം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? 25 നിന്നും ജനുവരി 1 എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ലല്ലോ, സെയിം തന്നെയല്ലേ. സുരാഗെ ചോദിച്ചോ? ഇല്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ല, അതൊന്ന് ചെയ്ത് ഇതാകുമ്പോ സിമ്പിൾ ആണ്. ജനുവരി 1, 2025 ഒരു റെക്കോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ജനുവരി 1, 2026 ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലല്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ ചുമ്മാ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ റെക്കോർഡും ഈ റെക്കോർഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് സേവ് ബട്ടൺ ഇല്ല. പക്ഷെ അതേ സമയത്ത് ഞാനിവിടെ ഡിവോഴ്സ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സേവ് വരുന്നുണ്ട്. ഉണ്ട്. അപ്പോ എന്റെ ഐഡിയ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് നെയിം ഈ ഡിസ്പ്ലേ നെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് നെയിമിനോ ചേഞ്ച് വരാതെ ഇവിടെ ക്യാപ്ചർ ആവില്ലല്ലോ. സേവ് ചെയ്യണ്ടേ എനിക്ക്? ശരിയാ. സേവ് ബട്ടൺ വരണമെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരണം. എന്തെങ്കിലും ചേഞ്ചസ് വരണം. അപ്പൊ ആ ചേഞ്ചസ് വരുത്താൻ വേണ്ടി മാത്രം ഞാൻ ഒരു പേരിന് വേണ്ടി എന്തുവാ, ഓക്കെ, ഒരു ഐഡിയ ഉണ്ട്, ഒരു ചെറിയ ഐഡിയ. എൻ്റെ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റൂ? ഡിസ്പ്ലേ നെയിം അവിടെ ഇരുന്നോട്ടെ. ഡിസ്പ്ലേ നെയിം അവിടെ ഇരുന്നോട്ടെ. ഡിസ്പ്ലേ നെയിമിന് പകരം ഞാൻ ഈ പേഴ്സണൽ ഇൻഫോയിൽ സെലക്ട് ചെയ്ത്, ഇതൊരു ഐഡിയ ആണ്, കാരണം ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴേക്കും നമ്മൾ കൊണ്ടുവരുന്നതാണ് മേക്ക് കറക്ഷൻ. അതിൻ്റെ അകത്ത് ഞാൻ ഈ ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ട് ഡിസ്പ്ലേ നെയിം തന്നെ കടന്നോട്ടെ. ഡിസ്പ്ലേ നെയിം എന്നവിടെ കിടക്കുന്നു. അടുത്ത ഒരു കസ്റ്റം ബൂളിയനോ വല്ല ഉണ്ടോ നോട്ടെ. കസ്റ്റ് 5 എടുക്കുന്നു. ഓക്കെ, 5 എടുക്കുന്നു.
എന്നിട്ട് ഞാൻ ചുമ്മാ ഒരു ഫീൽഡ് കൊടുക്കുകയാണ്, ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം. ഒരു ഫീൽഡ് ഇങ്ങനെ കൊടുക്കുക, ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം എന്നൊരു ഫീൽഡ് കൊടുക്കും. അത് എനേബിളും ചെയ്യുന്നു ഞാൻ. എന്നിട്ട് സേവ് ചെയ്യുന്നു, ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം. എന്നിട്ട് ടേക്ക് ആക്ഷൻ മേക്ക് കറക്ഷൻ. ഈ പേഴ്സണൽ എംപ്ലോയിലും ഞാനത് ആഡ് ചെയ്യണം അല്ലേ? പേഴ്സണൽ എംപ്ലോയിലും ഈ കസ്റ്റം സ്ട്രിംഗ് 5 ആഡ് ചെയ്തല്ലേ ഇവിടെ വരത്തുള്ളൂ. കസ്റ്റം സ്ട്രിംഗ് 5. യെസ്, സേവ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഇവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി പേഴ്സണൽ ഇൻഫോയിലോട്ട് പോയിട്ട് ടേക്ക് ആക്ഷൻ മേക്ക് കറക്ഷൻ, ഈ ക്യാപ്ചർ ഡിസ്പ്ലേ നെയിമിന്റെ ഡീറ്റെയിൽസിൽ പോയിട്ട് ഇവിടെ ഇപ്പോൾ സ്ട്രിംഗ് അല്ലേ ഡാറ്റ. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഓർമ്മയുണ്ടോ, പിക്ക് ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഓവർ റൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ എസ് ഓർ നോ പിക്ക് ലിസ്റ്റ് കൊണ്ടുവരാൻ പോവാണ്. ഇവിടെ എസ് ഓർ നോ എന്ന് പറയുന്ന ഒരു പിക്ക് ലിസ്റ്റ് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ പിക്ക് ലിസ്റ്റ് അപ്പൊ ചേഞ്ച് വരുത്തണമല്ലോ, ഒരു ചേഞ്ച് കൊണ്ടുവന്നാലേ വരത്തുള്ളൂ. അപ്പൊ അല്ലെ എസും നോയും സെലക്ട് ചെയ്താൽ പോരെ? അത് ശരിയാ. അപ്പൊ പിക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ പിക്ക് ലിസ്റ്റ് സെന്ററിൽ വന്നിട്ട് പിക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതില് ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം CDN എന്ന് മാത്രം കൊടുക്കുന്നു. CDN effective start date 01/01/1900. ഡിസ്പ്ലേ ഓർഡർ കസ്റ്റം ഞാൻ കൊടുക്കുകയാണ്. സെയിം കസ്റ്റം കൊടുത്താൽ നമുക്ക് നോയും എസും കൊണ്ടുവരാൻ വേണ്ടിയാണ്. വാല്യൂ സെലക്ട് ചെയ്യുന്നു. വാല്യൂവിൽ ആദ്യം n for no, ഇത് 1. ക്രിയേറ്റ് പ്ലസ് ഐക്കൺ y for yes, sort value 2. ക്രിയേറ്റ്. അവിടെ സ്റ്റാറ്റസ് ആക്റ്റീവ് ഇനാക്റ്റീവ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആക്റ്റീവ് ആയിക്കോളും. ഇനി ഈ കോഡ് സെലക്ട് ചെയ്യാം. മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ പോയി റിഫ്രഷ് ചെയ്യുക. നമ്മുടെ ഫീൽഡ് ഇരിക്കുന്ന ക്യാപ്ചർ ഡിസ്പ്ലേ നെയിമിലേക്ക് ഡീറ്റെയിൽസിൽ പോവുക. ഈ ടൈപ്പ് ഓഫ് റെഫറൻസിനെ പിക്ക് ലിസ്റ്റ് ആക്കി മാറ്റുക. എന്നിട്ട് പിക്ക് ലിസ്റ്റ് സെലക്ട് ചെയ്യുക. CDN അല്ലേ? CDN. ഇത്രയും ഓർമ്മയുണ്ടല്ലോ, പിക്ക് ലിസ്റ്റിൽ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ? ഡൺ, സേവ്. ഇനി പെർമിഷൻ കൊടുത്തിട്ടില്ല, നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടില്ല. കൺഫേം. സ്വാഭാവികമായിട്ടും ക്യാപ്ചർ ഡിസ്പ്ലേ നെയിമിൽ പെർമിഷൻ എഡിറ്റ് കൊടുക്കണമല്ലോ, എന്നാലല്ലേ SNO സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റോള് റിഫ്രഷ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ഇവിടെ ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം എന്നുള്ള ഫീൽഡ് നോക്കുക. ഇതിൽ നമുക്ക് എഡിറ്റ് കൊടുക്കുന്നുണ്ട്. കറക്റ്റും ഡിലീറ്റ് വേണേൽ കൊടുത്തു, കുഴപ്പമില്ല. നെക്സ്റ്റ്, സേവ്. ഓക്കെ. സോ ഇനി റിഫ്രഷ് ചെയ്താൽ പേഴ്സണൽ ഇൻഫോർമേഷൻ, എഡിറ്റ്, അത് ഡേറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പൊ ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം എന്നുണ്ട്. അപ്പം ഇവിടെ എസ് കൊടുത്താൽ എന്നിട്ട് സേവ് ചെയ്താൽ പറ്റുമോ? നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ ഡിസ്പ്ലേ നെയിം ഇവിടെ. മീൻസ് റൂൾ എഴുതുകയാണെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ടായല്ലോ. ആക്ഷൻ ഉണ്ടായില്ലേ? കാരണം ഞാൻ ഇവിടെ എസ് കൊടുക്കുമ്പോൾ എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ സേവ് ഓൺ സേവ് റൂൾ എഴുതാൻ പറ്റും. എന്നാൽ അതേ സമയത്ത് ഇപ്പൊ കമ്പനി പറയാണ് ഇവിടെ എസ് കൊടുക്കുമ്പം ഈ ഫസ്റ്റ് നെയിം ഈ ഡിസ്പ്ലേ നെയിമിൽ വരണമെന്ന് സേവ് ചെയ്യുന്നതിന് മുന്നെയാണ് വരേണ്ടതെങ്കിൽ ഓൺ ചേഞ്ച് എഴുതാൻ പറ്റില്ലേ? ഓൺ ചേഞ്ച്, യെസ്. അപ്പൊ ആദ്യം നമുക്ക് ഓൺ സേവ് പരീക്ഷിച്ചിട്ട് ഓൺ ചേഞ്ച് നോക്കാം. ഫസ്റ്റ് ഓൺ സേവ്, ക്രിയേറ്റ് ന്യൂ റൂൾ, എംപ്ലോയി സെൻട്രൽ കോർ, ഓൺ സേവ് റൂൾ. അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ നെയിം
on save rule. സ്വാഭാവികമായിട്ടും പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ കണ്ടിന്യൂ. ഇവിടെ കൊടുക്കുന്നത് if personal information model capture display name value is equal to yes. Yes ആണെങ്കിൽ then set display name value is equal to display nameൽ വരേണ്ട വാല്യൂ എവിടെ നിന്ന് വരേണ്ട ഫസ്റ്റ് നെയിം എന്നല്ലേ. അപ്പൊ ഈ ടെക്സ്റ്റിന്റെ അവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക ഫസ്റ്റ് നെയിം വാല്യൂ. ഡിസ്പ്ലേ നെയിം വാല്യൂ എസ് ആണെങ്കിൽ ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്ന അത് ക്യാപ്ചർ ഡിസ്പ്ലേ നെയിമിന്റെ വാല്യൂ എസ് ആണെങ്കിൽ ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്ന ഫീൽഡിന്റെ വാല്യൂ ഫസ്റ്റ് നെയിമിലും ഈക്വൽ ആയിരിക്കണം, എടുത്തു കൊണ്ടുവരണം എന്നാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിക്ക് ഓൺ സേവ് ബട്ടൺ. ഈ റൂള് കോപ്പി ചെയ്യുക. ആ സേവ് ആയിട്ടുണ്ട്. ചെറിയൊരു ഇടയ്ക്കൊരു എറർ കയറി വന്നതാണ്. സേവ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ സേവ് റൂള് നമുക്ക് ഇവിടെയല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ ഓൺ സേവ് സെലക്ട് ചെയ്യുക, റൂള് സെലക്ട് ചെയ്യുക, ആ റൂള് കൊടുക്കുക, സേവ്. ഇനി പീപ്പിൾ പ്രൊഫൈലിൽ പോയി റിഫ്രഷ് ചെയ്തിട്ട് ഇന്നത്തെ ഒരു ഡേറ്റ് ഞാൻ കൊടുക്കുക. ഇന്നത്തെ 1-ാം തീയതി ഒരു ഡേറ്റ് കൊടുക്കുകയാണ്. പേഴ്സണൽ ഇൻഫോർമേഷൻ അല്ല, ഇന്ന് തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, കാരണം ഡിലീറ്റ് ചെയ്യില്ല എന്തായാലും. 14 എന്ന് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, കാരണം ചേഞ്ച് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോ ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്ന വാല്യൂ ഞാൻ എസ് കൊടുത്താൽ സേവ് ചെയ്യാലോ. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ആ ഡിസ്പ്ലേ നെയിം നോക്കി എന്താന്നുള്ളത് കണ്ടോ. ഫസ്റ്റ് നെയിം അല്ലേ വന്നു. അപ്പം ഈ ഡിസ്പ്ലേ നെയിം എഡിറ്റ് ചെയ്തപ്പോ, അതായത് ഹിസ്റ്ററി പോയി കൊണ്ടുവരാൻ പറ്റും. അതാ പറയാൻ വന്നത്. ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കിടപ്പുണ്ട്, പക്ഷെ വ്യൂവിൽ കാണുമ്പോൾ പുറത്തോട്ട് പോർട്ട്ലെറ്റ് വരുമ്പോൾ ഇവിടെ കിടക്കുന്നുള്ളൂ. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ ടേക്ക് ആക്ഷൻ മേക്ക് കറക്ഷൻ കൊടുക്കുക. ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ആരോ കാണുന്നുണ്ടോ? മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിഫേർഡ് നെയിമിന്റെ താഴെ കൊണ്ടിടാം. എവിടെ പോയി? എല്ലാ ഫീൽഡും ഒരുപോലെ ഉണ്ട്, കണ്ണൊന്നും പിടിക്കുന്നില്ല. ഡിസ്പ്ലേ നെയിം ഇപ്പൊ നമ്മൾ പ്രിഫേർഡ് നെയിമിന്റെ അടുത്തെത്തി. പ്രിഫേർഡ് നെയിമിന്റെ അടുത്തെത്തി അല്ലേ? കസ്റ്റം സ്ട്രിംഗ് ഫോർ പ്രിഫേർഡ് നെയിമിന്റെ അടുത്തെത്തി. സേവ് കൊടുക്കാം. ഇനി പീപ്പിൾ പ്രൊഫൈലിൽ പോയിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ ഡിസ്പ്ലേ ഇവിടെ വന്നോ? അപ്പൊ സേവ് ബട്ടൺ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഇതേ റൂളിനെ നമുക്ക് ഓൺ ചേഞ്ച് ആയിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ ഈ ഓൺ സേവ് ഡിലീറ്റ് ചെയ്യുന്നു. സേവ്. സേവ് ബട്ടൺ എന്താണെന്ന് മനസ്സിലായില്ല. ഓൺ സേവ് മനസ്സിലായില്ല എങ്ങനെയാന്നുള്ളത്. ഓൺ സേവ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി സേവ് ഓൺ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ന്യൂ റൂൾ, എംപ്ലോയ് സെൻട്രൽ കോർ, ഓൺ ചേഞ്ച് റൂൾ, display name on change rule. Change rule, base object, personal information model, continue. If conditional,
ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം വാല്യൂ എസ് ആണെങ്കിൽ then സെറ്റ് ഡിസ്പ്ലേ നെയിം വാല്യൂ എന്ന് പറയുന്നത് അതേ പേഴ്സണൽ ഇൻഫർമേഷൻ മോഡലിലെ ഫസ്റ്റ് നെയിമിന്റെ വാല്യൂ ആയിരിക്കണം. ഓൺ ചേഞ്ച് അല്ലേ? സേവ്. ഉം. ഇവിടെ ഇഫ് കണ്ടീഷൻ ഏതാണ്? ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം എന്ന ഫീൽഡിനല്ലേ ഇഫ് കണ്ടീഷൻ ഫീൽഡ്. ഓൺ ചേഞ്ച് ഫീൽഡിന്റെ അകത്തല്ലേ ഇടുന്നത്, പുറത്തിടാൻ പറ്റില്ലല്ലോ. ഇല്ല. റൂള് കോപ്പി ചെയ്യുക, മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ റിഫ്രഷ് ചെയ്യുക, ഈ ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്ന ആ ഫീൽഡിലേക്ക് പോകുക. ക്യാപ്ചർ ഡിസ്പ്ലേ നെയിം ഡീറ്റെയിൽസ്, അവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ മോഡലും ഇവന്റ് ഓൺ ചേഞ്ചും റൂളും കൊടുക്കും. ഡൺ. സേവ്. ഓൺ ചേഞ്ചേ ഉള്ളൂ. TR ഓൺ ചേഞ്ച് ഉണ്ട്, പേരും കിടപ്പുണ്ട്. ഡിസ്പ്ലേ നെയിം ഓൺ ചേഞ്ച് റൂൾ എന്ന് കാണുന്നുണ്ടോ? ഡിസ്പ്ലേ നെയിം ഓൺ ചേഞ്ച് റൂൾ, റൂൾസിന്റെ പേരാണത്. ബേസ് ഒബ്ജക്റ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ മോഡൽ എന്നും ഇവന്റ് ടൈപ്പ് ഓൺ ചേഞ്ച് എന്നും റൂൾസിന്റെ പേരാണ് ഡിസ്പ്ലേ നെയിം ഓൺ ചേഞ്ച് റൂൾ എന്നും എനേബിൾ ട്രൂ എന്നും കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ടോ? ഓക്കെ. ഓൺ സേവ് ഞാൻ എടുത്ത് കളഞ്ഞു. സോ ഇനി റിഫ്രഷ് ചെയ്ത് പേഴ്സണൽ ഇൻഫോർമേഷൻ എഡിറ്റ്, ഞാൻ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. റെക്കോർഡ് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഡിലീറ്റ് റെക്കോർഡ്. അത് എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടെസ്റ്റ് ചെയ്യണ്ടേ? ടെസ്റ്റ് ചെയ്ത ഫംഗ്ഷൻ ആയാലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. Jan 14. ഇപ്പൊ ഞാൻ ഡിസ്പ്ലേ നെയിം എസ് കൊടുത്താൽ ക്യാപ്ചർ ആയോ? ഓൺ ചേഞ്ചിലും അത് ചെയ്യാം, ഓൺ സേവിലും ചെയ്യാം. ചില സിസ്റ്റത്തിൽ ഓൺ സേവ് ഓൺ ചെയ്ത് രണ്ട് റൂൾ ഇവിടെ കാണുന്ന അറിയാമോ? ചില സമയത്ത് ഈ സിസ്റ്റം ഓൺ സേവ് വർക്ക് ആവത്തില്ല. അപ്പൊ ഓൺ ചേഞ്ചിലെങ്കിലും മീൻസ് ഓൺ ചേഞ്ചിൽ വർക്ക് ആവത്തില്ല, ഓൺ സേവിലെങ്കിലും വർക്ക് ആവണ്ടേ? അതുകൊണ്ട് രണ്ട് റൂളും വെക്കുന്ന കേസുകളും ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ഇഷ്യൂ സിസ്റ്റത്തിന് വന്നപ്പോൾ ഓവർ റൈഡ് ചെയ്യാൻ നോക്കിയതുപോലെ ആദ്യം വർക്കായി, പിന്നെ വർക്കായില്ല. അത് സിസ്റ്റത്തിന് പറ്റും, എ റിലേറ്റഡ് സിസ്റ്റം അല്ല. അപ്പൊ നമ്മൾ പല രീതിയിൽ അതിനെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ഈ ജോലി ഉള്ളത്. കാരണം എന്തെങ്കിലും കൊനിഷ്ടി സിസ്റ്റം കൊണ്ടുവരും, ക്ലയന്റ് ഓടി വന്നിട്ട് പറയും അത് കാണുന്നില്ല ഇത് കാണുന്നില്ല. ഓക്കെ ആണോ? ഇത് രണ്ട് റൂളായിട്ട് സെറ്റ് ചെയ്ത് ഓൺ സേവും ഓൺ ചേഞ്ച് ഈ ഒരു ഇതില് കൊണ്ടുവരാൻ പറ്റും, ഒരുമിച്ച് ഇടാൻ പറ്റും. ഓറ പോലെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം സെലക്ട് സിനാരിയോ നോക്കേ, ഒന്ന് ഓൺ ചേഞ്ചും ഒന്ന് ഓൺ സിനാരിയോ വൈസ് അല്ലേ റൂൾ എഴുതുന്നത്. അപ്പം രണ്ടും ക്ലബ് ചെയ്യാൻ പറ്റില്ല. പണ്ട് 2021 മുന്നേ ബേസിക് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ടായിരുന്നു, അതിനകത്ത് എല്ലാം ഒരുമിച്ച് എഴുതായിരുന്നു ബേസിക്. പക്ഷെ 21 ശേഷം ബേസിക് എടുത്ത് കളഞ്ഞു. ഇപ്പൊ എല്ലാം സിനാരിയോ വൈസ് എഴുതാൻ പറ്റുള്ളൂ. മറ്റേ ബേസിക്കിനകത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ എഴുതാം, എത്ര തവണ എഴുതായിരുന്നു. ഇപ്പൊ അത് പറ്റൂല. ലാസ്റ്റ് ആയിട്ട് ഈ റൂളിനകത്ത് പഠിക്കാൻ പോകുന്നത് നമുക്കൊരു എറർ മെസ്സേജ് കൊണ്ടുവരാം, ഒരു എറർ മെസ്സേജ്. അപ്പൊ അതിനൊരു സിനാരിയോ നമുക്ക് നോക്കാം. ഇതൊന്നും ഞാൻ കാണാതെ നോക്കുന്ന സിനാരിയോ ഇല്ല, നമ്മൾ എന്തെങ്കിലും അപ്പൊ കൊണ്ടുവരുന്ന സിനാരിയോ. അപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന സിനാരിയോ ആണ് ഇവിടെ. ജെൻഡർ കണ്ടോ? ജെൻഡർ. ഓക്കെ, ഞാനിവിടെ ഈ ജെൻഡർ ഇവിടെ കിടക്കണം നോക്കട്ടെ. ജെൻഡർ, ഈ ജെൻഡറിനെ ഞാൻ മുകളിൽ കൊണ്ടുവരികയാണ്. താഴെ കിടക്കുന്നുള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്, ഒരാൾ വന്നിട്ടുണ്ട്. ഓക്കെ, അല്ല ഇന്നൊക്കെ നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. അല്ല, ഇത് ആമസോൺ ഡെലിവറി. ജസ്റ്റ് ഒരു സെക്കൻഡ്. ശരി.
യെസ് പറഞ്ഞല്ലോ. ഓക്കെ. ഈ ജെൻഡർ മുകളിൽ വരാത്തത് ഈ വെറ്ററനും കുറെ കാര്യങ്ങളും കിടക്കുന്നുള്ളതുകൊണ്ട് വരാത്തത്. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അത് കാണാൻ പറ്റും. എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ അത് ജെൻഡർ ഇവിടെ തന്നെ കാണും. ഞാൻ ചെയ്യാൻ പോകുന്നത്, ആരെങ്കിലും മിസ്റ്റർ എന്ന സല്യൂട്ടേഷൻ സെലക്ട് ചെയ്തിട്ട് ജെൻഡർ മെയിൽ സെലക്ട് ചെയ്താൽ പ്രശ്നമില്ല. പക്ഷെ മെയിൽ അല്ലാതെ വേറെ ഏത് സെലക്ട് ചെയ്താലും എറർ വരണം. സിമ്പിൾ ആയിട്ടൊന്ന് എഴുതാം, സിമ്പിൾ ആയിട്ട്. അതെ മനസ്സിലായി. അപ്പൊ ആദ്യം നമുക്ക് എറർ മെസ്സേജ് എഴുതണം, എറർ വരാനുള്ള മെസ്സേജ് എഴുതണം. അതിന്റെ ടൂളാണ് മാനേജ് ഡാറ്റ. ഈ ടൂള് പിന്നെ പഠിക്കുന്നത് വലിയൊരു ടൂളാണ്, നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള വലിയൊരു ടൂളാണ്. പക്ഷെ ഇപ്പൊ തൽക്കാലം എറർ മെസ്സേജ് എഴുതുന്ന ഒരു ടൂളായിട്ട് കൺസിഡർ ചെയ്യാം മാനേജ് ഡാറ്റ. ക്രിയേറ്റ് ന്യൂവില് മെസ്സേജ് ഡെഫിനിഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. മെസ്സേജ് ഡെഫിനിഷൻ ഇവിടെ എഴുതാൻ പോകുന്നത് you cannot choose gender male. Okay, അല്ലെങ്കിൽ you cannot choose മിസ്റ്റർ this gender for salutation Mr. Please choose the appropriate gender. ഒരു എറർ മെസ്സേജ്, you cannot choose this gender for salutation Mr. Please choose the appropriate gender. ഇതാണ് വരാൻ പോകുന്ന എറർ. എക്സ്റ്റേണൽ കോഡ് ഞാൻ ജെൻഡർ എറർ എന്ന് കൊടുക്കുകയാണ്. നെയിമും ഞാൻ അത് തന്നെ എഴുതാൻ പോവാണ്, കാരണം പ്രശ്നമൊന്നുമില്ലല്ലോ. സേവ്. ഇത്രയേ ഉള്ളൂ. എറർ മെസ്സേജ് ഇത്ര എഴുതി. ഇതാണ് വരാൻ പോകുന്ന എറർ മെസ്സേജ്. ഇനി റൂൾ എഴുതുക. അത് ഓൺ ചേഞ്ച് റൂളും എഴുതാം, ഓൺ സേവ് എഴുതാം. ഓൺ ചേഞ്ച് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ, ആദ്യം നമുക്ക് ഓൺ സേവ് എഴുതാം. അതാണ് കുറച്ചും കൂടെ ഭംഗി. കാരണം ഓൺ ചേഞ്ചിനേക്കാൾ കൂടുതലും എറർ മെസ്സേജ് എപ്പോഴും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഓൺ സേവ് ആണ്. എംപ്ലോയി സെൻട്രൽ കോർ ഓൺ സേവ്. കാരണം എപ്പോഴും ഈ ഓൺ ചേഞ്ച് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വയ്ക്കണ്ടേ, അതായത് എന്തെങ്കിലും ഒരു വാല്യൂ സെലക്ട് ചെയ്യണ്ടേ, എന്നാലല്ലേ ഓൺ ചേഞ്ച് വരത്തുള്ളൂ. അപ്പോ ഓൺ സേവ് റൂള് ജെൻഡർ എറർ ബേസ് ഒബ്ജക്റ്റ് വീണ്ടും പേഴ്സണൽ. ഞാൻ ഇപ്പോൾ പേഴ്സണൽ മാത്രമേ കളിക്കുന്നേ ഉള്ളൂ, ബാക്കി ഏത് വേണോ അത് ചെയ്യാൻ പറ്റും. പേഴ്സണൽ ഇൻഫർമേഷൻ മോഡൽ കണ്ടിന്യൂ. ഇഫ് കണ്ടീഷനിൽ ഇഫ് ആദ്യം സാലുട്ടേഷൻ, ഇഫ് സാലുട്ടേഷൻ വാല്യൂ is equal to Mr. and ഒരുമിച്ച് നോക്കണ്ടേ, and if gender, രണ്ട് ജെൻഡർ ഉണ്ടോ നോക്കാം. if gender value is equal to male, not equal to male. സാലുട്ടേഷൻ മിസ്റ്ററും ജെൻഡർ മെയിലും അല്ല സെലക്ട് ചെയ്യുന്നതെങ്കിൽ then so sorry, ഞാൻ MDFന്റെ കേസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. I'm so sorry. What you have to select is, ഞാൻ കൂടുതലും ഈ MDFന്റെ റൂളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ അതിന്റെ കോൺസെപ്റ്റ് ആയിരിക്കും. ടേക്ക് ദിസ് MDF എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ഉണ്ടാക്കുന്നു, അതിലൊക്കെ കുറെ കാര്യങ്ങളാണ്. ഇവിടെ വാലിഡേറ്റ് HRS എലമെന്റ് എന്നുണ്ട്. വാലിഡേറ്റ് HRS എലമെന്റ് ഇത് സെലക്ട് ചെയ്യാം. വാലിഡേറ്റ് HRS എലമെന്റ് റൂൾ നെയിം. എറർ മെസ്സേജ് കൊണ്ടുവരുന്നത് വാലിഡേറ്റ് HRS എലമെന്റിലാണ്. ജെൻഡർ എറർ റൂൾ. സാധാരണ സംഭവിക്കാത്താണല്ലോ, ഇന്നെന്ത് പറ്റി? പേഴ്സണൽ ഇൻഫർമേഷൻ മോഡൽ. രാവിലെ എഴുന്നേറ്റ് അനിയത്തി വന്നിരുന്നു, പുള്ളിക്കാരി ഗുജറാത്തിൽ പോകാനായിട്ട് എയർപോർട്ടിൽ കൊണ്ടാക്കാനായിട്ട് വെളുപ്പിന് എഴുന്നേറ്റ. പേഴ്സണൽ ഇൻഫർമേഷൻ മോഡലിലെ സാലുട്ടേഷൻ എന്ന് പറയുന്ന വാല്യൂ മിസ്റ്റർ ആണെങ്കിൽ അതോടൊപ്പം
അതോടൊപ്പമാണ്, അല്ലെങ്കിൽ എന്നല്ല. ഓർ ആവുമ്പോൾ ഏതെങ്കിലും ഒന്നാണ്, ആൻഡ് ആവുമ്പോൾ ഒരുമിച്ചാണ്. ആൻഡ് പേഴ്സണൽ ഇൻഫർമേഷൻ മോഡലിലെ ജെൻഡറിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു മെയിൽ ആണെങ്കിൽ, അപ്പം മിസ്റ്റർ ആണെങ്കിൽ ഓക്കെ, മെയിൽ അല്ലെങ്കിൽ എറർ മെസ്സേജ്. മെയിൽ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതാണ് കണ്ടീഷൻ. മെയിൽ അല്ലെങ്കിൽ then raise message. നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെസ്സേജിന്റെ കോഡ് ഇല്ലേ, ആ എക്സ്റ്റേണൽ കോഡ്, ആ കോഡ് ഈ റൂളിൽ കൊണ്ടിടുക. സോ ആ റൂൾ അവിടെ കാണാൻ പറ്റും. എന്നിട്ട് സിവിയറിറ്റി എറർ മെസ്സേജ് കൊടുക്കുക. സേവ്. ഓക്കെ ആണേ. ഇനി കോഡ് കോപ്പി ചെയ്യുക, മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ പോവുക, ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ. ഇഫ് കണ്ടീഷൻ ഫീൽഡ് ഏതാണ് നോക്കി. ഇതിൽ ഓൺ ചേഞ്ച് എന്ന് കൊടുത്തിട്ടില്ല, ഓൺ സേവ് എന്ന് കൊടുത്തിട്ടില്ല, ജസ്റ്റ് വാലിഡേറ്റ് തന്നെ ഉള്ളൂ അല്ലേ. ഓൺ ചേഞ്ചും ഇല്ല, ഓൺ സേവും ഇല്ല. ഇവിടെ സാലുട്ടേഷൻ ജെൻഡറും ഫീൽഡ് കണ്ടോ, 2 ഫീൽഡ്. ഇഫ് കണ്ടീഷൻ 2 ഫീൽഡ് ഇല്ലേ. ഇപ്പൊ ജെൻഡറില് 2 ജെൻഡർ ഉണ്ടല്ലേ. 2 genders. ഡിലീറ്റ്. ഓക്കെ. ഈ ജെൻഡറിന്റെ ഫീൽഡിൽ പോയിട്ട് പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ ഓൺ ചേഞ്ച്, ജെൻഡർ റൂൾ വന്നാണ്ടോ, വന്നു. ഇനി അടുത്ത ഇഫ് കണ്ടീഷൻ ആണ് സാലുട്ടേഷൻ അല്ലേ. സാലുട്ടേഷൻ 2 ഫീൽഡ് ഇല്ലേ. ഇഫ് കണ്ടീഷനിൽ എത്ര ഫീൽഡ് ഉണ്ടോ അത്രയും ഫീൽഡിൽ കൊണ്ടുപോയി നമ്മൾ ഇടണം. 10 ഫീൽഡ് ഉണ്ടെങ്കിൽ 10 ഫീൽഡ് വേണം, ഓൺ ചേഞ്ച് ആണെങ്കിൽ. ഇവിടെ ഇപ്പൊ ഓൺ ചേഞ്ച് എന്ന് കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് ഓൺ ചേഞ്ച് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാം. മറ്റത് ഓൺ ചേഞ്ച് എന്നും ഓൺ സേവ് എന്നും പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവിടെ അതല്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണം, ഓൺ ചേഞ്ച് ആയിട്ട് ഓൺ സേവ് ആയിട്ട് കൊണ്ടുവരാം. റിഫ്രഷ്, പേഴ്സണൽ ഇൻഫോർമേഷൻ. ഞാൻ 1.5 മണിക്കൂർ ക്ലാസ് എടുത്തത് വെള്ളിയാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ജനുവരി 14 സെലക്ട് ചെയ്തിട്ട് ഞാൻ സാലുട്ടേഷൻ മിസ്റ്റർ തന്നെയാണ്. ഇനി ഇവന്മാര് ആ ജെൻഡർ ഫീൽഡ് എടുത്താണ് അവന്മാര് കളഞ്ഞത്. ഓക്കെ, ഞാൻ ആ റൂൾ ഒന്ന് കൊണ്ടുവന്നോട്ടെ. ജസ്റ്റ് റൂൾ, ഇത് റോൾസിന് ആ ജെൻഡർ ഒന്ന് എനേബിൾ ചെയ്തോട്ടെ. ഫ്രഷ്. അതിന് മുന്നേ ഈ ജെൻഡർ എന്ന് പറയുന്നത് ജെൻഡർ ഫീൽഡ് ആണ്. അത് ഇവിടെ എനേബിൾ ആയിട്ടുണ്ടോ നോക്കട്ടെ. ഇത് എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ജെൻഡർ എസ് ആണ്, യു ആണ്. അത് എഡിറ്റ് ചെയ്യാം. ജെൻഡർ ഇവിടെ എഡിറ്റ് കൊടുക്കണം. സേവ്. ഇവിടെ ജെൻഡറിന് എഡിറ്റ് ആണ്. ഓക്കെ. റോൾസ്, റിഫ്രഷ്, എഡിറ്റ്, നെക്സ്റ്റ്. ജെൻഡർ കൊടുത്തിട്ടില്ല, അതാണ് സംഭവം. നെക്സ്റ്റ്, സേവ്. റിഫ്രഷ്, പേഴ്സണൽ ഇൻഫോർമേഷൻ, ജെൻഡർ ഉണ്ട്. ഇവിടെ ജെൻഡർ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് കുഴപ്പമില്ല, നമുക്കത് മാറ്റാം. ഇതെങ്ങനെ വരുന്നുള്ളതും കാണിച്ചു തരാം, മാസ്കിങ് ചെയ്യണമെന്നുള്ളത്. അത് പിന്നെ കാണിച്ചു തരാം. തൽക്കാലം ഇത് എളുപ്പമാണ്, കാരണം ഇപ്പോൾ ഓൾറെഡി മെയിൽ അല്ലേ കിടക്കുന്നത്. എളുപ്പമാണ്. ഇന്നത്തെ ഡേറ്റ് എടുക്കുക. ജെൻഡർ മെയിൽ കിടക്കുകയല്ലേ. സാലുട്ടേഷനും മെയിലും ഒരുമിച്ചാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. മെയിൽ അല്ലെങ്കിലല്ലേ എറർ വരേണ്ടത്. സോ ഞാൻ മെയിൽ മാറ്റി ഫീമെയിൽ സെലക്ട് ചെയ്താൽ എറർ വന്നോ?
You yes. cannot choose this gender for salutation, mister. Please choose the appropriate gender. ഓക്കെ ഓക്കെ മനസ്സിലായി. ഞാൻ ഓക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരത്തില്ല. ഇനി സേവ് കൊടുത്തിട്ടും കാര്യമില്ല. ഞാൻ ഫീമെയിൽ സെലക്ട് ചെയ്യുന്നതോടൊപ്പം മെയിൽ സെലക്ട് ചെയ്തു, ഒന്നും സംഭവിക്കില്ല. വാട്ട്? ഓ, ഇത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, മെയിൽ കിടക്കുന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് വേറെ ഒരെണ്ണം, ഇത് ഫുൾ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. എന്തോ ഒരു അല്ലല്ല, അതുകൊണ്ടല്ല ഇത് ഓൾറെഡി ഇത് സെറ്റായി കിടക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ ഏത് വാല്യൂ ചൂസ് ചെയ്താലും ഇത് വരുന്നുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ റൂളിൽ എഴുതിയ ജെൻഡർ പഴയ ഫീൽഡിന്റെ ആണെന്ന് തോന്നുന്നു. ഈ ഫീമെയിൽ സെലക്ട് ചെയ്തിട്ട് എറർ കാണിച്ചു കഴിഞ്ഞിട്ട് ആ സേവ് ബട്ടൺ അപ്പൊ അതുകൊണ്ട് നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ മോഡൽ ആദ്യം റിഫ്രഷ് ചെയ്യട്ടെ. 2 ജെൻഡർ ഫീൽഡ് കിടന്നില്ലേ, അതാ നമുക്കൊരു കൺഫ്യൂഷൻ വന്നത്. കണക്ഷൻ കണ്ടോ, ഫീൽഡ് 13 എന്ന് പറഞ്ഞോടെ കിടക്കുന്നത്, അതാണ് എറർ വരാത്തത്. പേഴ്സണൽ ഇൻഫർമേഷൻ ജെൻഡർ വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു മെയിൽ. ഓക്കെ, ഇനി എറർ കറക്റ്റ് ആവുന്നു. ക്യാൻസൽ, ഡോണ്ട് സേവ്, റിഫ്രഷ്. Personal information, edit, 14. ഇനി ഫീമെയിൽ സെലക്ട് ചെയ്താൽ എറർ വരും. ഓക്കെ, ഇവിടെ സേവ് ബട്ടൺ മെയിൽ. ഓക്കെ, മെയിലിന് എറർ ഇല്ല. ഓക്കെ, ഇത് മനസ്സിലാക്കുക, മെയിലിന് എറർ ഇല്ല, കറക്റ്റ് ആണ്. ഫീമെയിലിന് വരുമ്പോൾ എറർ കാണിക്കുന്നുണ്ട്, സമ്മതിച്ചു, പക്ഷേ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം എറർ മെസ്സേജ് ഇവിടെയാണോ കൊണ്ടുവരേണ്ടത്, സേവിലാണോ കൊണ്ടുവരേണ്ടത്? സേവില് കൊണ്ടുവരുന്നതിനെ കുറച്ചും കൂടെ സേഫ്. അപ്പോ രണ്ടും ഇരിക്കുന്നതാണ് സേഫ്. ആക്ച്വലി രണ്ടും ഇരിക്കുന്നതാണ് സേഫ്. അപ്പൊ നമ്മൾ ഇനി പേഴ്സണൽ ഇൻഫോർമേഷനിൽ ആ റൂള് ഇവിടെ കൊണ്ടുവരും. ജെൻഡർ റൂൾ എന്ന് പറഞ്ഞ റൂള് സേവ് ബട്ടണിലും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ സേവ് ബട്ടൺ ഇവിടെയും കൂടെ കൊണ്ടുവന്നു, സേവ്. സോ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് സിനാരിയോ വൈസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഇനി റിഫ്രഷ് ചെയ്യുക. ലാസ്റ്റ് സിനാരിയോ നമ്മൾ ചെയ്യുന്നത് റിഫ്രഷ് ചെയ്യുന്നു. പേഴ്സണൽ ഇൻഫോർമേഷൻ എഡിറ്റ് ബട്ടൺ, ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്തു, മെയിൽ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഫീമെയിൽ സെലക്ട് ചെയ്തു, എറർ വന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്തു. പക്ഷെ ഞാൻ ഈ സേവ് ചെയ്താൽ ഇനി ഞാൻ മെയിൽ സെലക്ട് ചെയ്യാതെ എനിക്ക് ഇവിടെ പ്രൊസീഡ് ഇല്ലല്ലോ, ക്ലോസ് മാത്രമല്ലേ ഉള്ളൂ. എത്ര സേവ് ചെയ്താലും സമ്മതിക്കൂലല്ലോ. ഇനി ഇവിടെ ഒരു ഇതുണ്ട്, ടേക്ക് ആക്ഷൻ മേക്ക് കറക്ഷൻ. ഇവിടെ സിവിയറിറ്റി ഞാൻ എറർ എന്നല്ലേ കൊടുത്തത്, ഞാൻ വാർണിംഗ് ആണ് കൊടുക്കുന്നതെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ്. ഇനി ഈ റെക്കോർഡ് ഞാൻ ഒന്ന് സേവ് ചെയ്യാൻ പോവാ. നേരത്തെ ക്ലോസ് ആയിരുന്നു, ഇപ്പൊ പ്രൊസീഡ് കണ്ടോ, തെറ്റാണെങ്കിലും പ്രൊസീഡ് ചെയ്യാൻ പറ്റും. വാർണിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാർണിംഗ് കാണിക്കത്തേ ഉള്ളൂ, സ്റ്റിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. എറർ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല, അതിനി മാറ്റാതെ വേറെ വഴിയില്ല. എറർ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. എറർ തന്നെയാണ്, അത് മാറ്റാതെ പറ്റില്ല. കറക്റ്റ്. ക്ലിക്ക് ഓൺ സേവ്. പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ക്ലോസ് ചെയ്ത് ഞാൻ ഇനി മെയിൽ ആക്കിയാൽ മാത്രമേ അത് വരത്തുള്ളൂ. സോ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇവിടെ വെച്ച് തന്നെ ഫീമെയിൽ സെലക്ട് ചെയ്യുമ്പം എറർ വരുന്നുണ്ട്, എന്നിട്ടും അത് കാര്യമാക്കാതെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എറർ അടിക്കും. അപ്പൊ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാലേ. സോ എറർ മെസ്സേജും നമ്മൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ സിനാരിയോ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ സിനാരിയോ ആണ്. അപ്പൊ ബിസിനസ്സും ഇതുപോലെ പല സിനാരിയും കൊണ്ടുവരും, അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഓൺ സേവ്, ഓൺ ചേഞ്ച്, ഓൺ സേവ്, ഓൺ വ്യൂവ്, വാലിഡേറ്റ്. വാലിഡേറ്റ് എന്തിനുള്ളതാണ്? എറർ മെസ്സേജ് കൊണ്ടുവരാനുള്ളതാണ്. പക്ഷെ ഇത് മൂന്നും ആ സിനാരിയോ അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വാലിഡേറ്റിനെ ഓൺ ചേഞ്ച് ആയിട്ടോ ഓൺ സേവ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാം.
ലാസ്റ്റ് വണ്ടി നമ്മൾ രണ്ടും കൊടുത്തു. രണ്ടും കൊടുത്തപ്പോൾ കുറച്ചും കൂടെ സേഫ് ആയി. സപ്പോസ് Yes, yes. നീ ചിലപ്പം ഓൺ ചേഞ്ച് മാത്രം കൊടുത്തു, അപ്പൊ അവർ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോയിരുന്നെങ്കിൽ സേവ് ആയി പോകില്ലായിരുന്നു. അതെ 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 അതുകൊണ്ട് ഇപ്പം നമ്മള് രണ്ടാമത്തതും കൊടുത്തു. ചെയ്തു. ചില ആൾക്കാർ ഓൺ സേവ് മാത്രമേ വെക്കത്തുള്ളൂ, സേവ് ചെയ്യുമ്പോൾ മാത്രം എറർ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെ കോൺസെപ്റ്റില് രണ്ടും വെക്കുന്നത് നല്ലതാ. കാരണം ആദ്യമേ അവർ സേവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർക്ക് ആ മെസ്സേജ് വരികയല്ലേ, അതെ. അപ്പൊ തന്നെ ചേഞ്ച് ചെയ്യാം. ഇനി അതും കണ്ടിട്ടും മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ മാത്രം അവൾ അബദ്ധം കാണിച്ചിട്ട് അവൾ സേവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ എറർ അടിക്കും. രണ്ടും കൂടെ. അപ്പം ബീങ് എ ഗുഡ് കൺസൾട്ടന്റ് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബിസിനസ് റൂളാണ്. നാളെ നമുക്ക് പുതിയൊരു സെഷൻ എടുക്കാം. ഈ റൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഇന്ന് തന്നെ സിസ്റ്റം കിട്ടും, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാൻ സിസ്റ്റത്തിലൊന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഡൗട്ട് പറയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.